കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ റദ്ദാക്കണമെന്ന സലിംരാജിന്റെ ബന്ധുക്കൾ നൽകിയ റിട്ട് ഹർജി പരിഗണിക്കുമ്പോഴാണ് പരാതിക്കാർ ഓഫീസ് നോട്ട് ഉൾപ്പെടെയുള്ള റവന്യൂ രേഖകൾ ഹാജരാക്കിയത്. നേരത്തെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നില്ല എന്നായിരുന്നു അന്വേഷണ സംഘം അറിയിച്ചിരുന്നത്. ഇതിന് വിരുദ്ധമാണ് ഇപ്പോൾ ഹാജരാക്കിയ രേഖകൾ. 2011 ആഗസ്റ്റ് 2 മുതൽ 2003 ആഗസ്റ്റ് 21 വരെയുള്ള കാലയളവിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ളവർ രേഖകൾ കണ്ടതായി ഹർജി ഭാഗം വിവരാവകാശ നിയമപ്രകാരം നേടിയ രേഖകൾ വ്യക്തമാക്കുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർ പോക്കുവരവ് നടപടി സംബന്ധിച്ച് ഗവൺമെന്റ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ട് റവന്യൂ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അയച്ചു നൽകിയതായും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ഓഫീസ് നോട്ടുകളും പരാതിക്കാരിയായ കളമശ്ശേരി സ്വദേശിനി ഷെരീഫ ഹൈക്കോടതിയിൽ ഹാജരാക്കി. സലിംരാജിന്റെ ബന്ധുക്കൾ നൽകിയ റിട്ട് അപ്പീൽ നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഷെരീഫ നൽകിയ ഹർജിയും നാളെ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ വരുന്നുണ്ട്. മീഡിയ 1 കൊച്ചി.